ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തേതെന്ന് വെച്ചാൽ പൂരം തുടങ്ങിയല്ലോ. ഇന്നാണ് പൂരം ആദ്യമായിട്ട് പൂവിടേണ്ട ദിവസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ മെയിനായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത്. പൂരം എന്ന് പറയുമ്പോൾ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, കുറേ പേർക്ക് അറിയുന്നുണ്ടാകത്തില്ല. അതായത് നമ്മൾ ഈ കാമദേവനൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ ഒരു ആചാരം ഉണ്ടല്ലോ. അപ്പോൾ ഞാനിത് അതിൻ്റെ എല്ലാ ഇതും വഴിയെ കാണിക്കുന്നതായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചില സ്ഥലത്ത് പൂരം രാവിലെ തന്നെ പൂവിടാറുണ്ട്, ചില സ്ഥലത്ത് വൈകുന്നേരമാണ് കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ വൈകുന്നേരമാണ് ഇടുന്നത്. രാവിലെയാണ് പൊതുവെ ഇടാറുള്ളത്. പക്ഷേ ധൻഷു ബേബിക്ക് സ്കൂളിൽ പോകണത് കാരണം നമ്മൾ ഇപ്രാവശ്യം അവനൊക്കെ വന്നിട്ട് വൈകുന്നേരം ഇടാമെന്ന് കരുതി. ധൻഷുവിന് ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവനെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. അതിനുശേഷം പെട്ടെന്ന് ഞാനും പോയി കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ വൈകുന്നേരം ആയാലേ നമ്മൾ പൂവിടുന്നുള്ളൂ, കാരണം നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അച്ഛൻ കൊണ്ടുവന്നതാണ്. ഇത് അച്ചാറിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, നമ്മൾ പൂരത്തിന് ജടപ്പൂ, ചെമ്പകം, ഇതുപോലെ ചെമ്പരത്തി, പിന്നെ നമ്മളെ മുരിക്കിൻ്റെ പൂവ്, അങ്ങനെ കുറേയധികം പൂക്കളുണ്ട് കേട്ടോ. മുരിക്കിൻ്റെ പൂവൊന്നും ഇപ്പോൾ അത്ര അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിലൊക്കെ കിട്ടുന്ന പൂക്കൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം നമ്മളെ റോഡ് ഇപ്പോൾ പുതുതായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അത് ധൻഷു ബേബിയും ഞാനും എല്ലാ ചെമ്പരത്തിയും ഇങ്ങനെ ഓരോന്നായിട്ട് പറിച്ചെടുക്കുക. വിരിഞ്ഞ് വെക്കുന്ന ചെമ്പരത്തി ഫുള്ള് പറിക്കാന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ. കാരണം നാളത്തേക്ക് ആ ചെമ്പരത്തി ഒന്നിനും കുളത്തിലും എല്ലാം വാടിപ്പോകുമല്ലോ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അങ്ങ് പറിച്ചെടുക്കുന്നുണ്ട്. കുറേ പൊക്കിട്ടിയല്ലേ. അതവിടെ വെക്ക്, അവിടെ കൊണ്ടക്ക്. അവിടെയല്ല, ചവിട്ടിയിലല്ല, അപ്പുറം ആ നിലത്ത്. നമ്മളെ പൂ നോക്കിയാ പറിച്ചോ, രണ്ടെണ്ണം പറിച്ചാൽ മതി. അതേട്ടാ ആ ഒടുക്കുന്ന വരയ്ക്കും, അങ്ങ് കാണാത്തടുത്തുനിന്ന്. പോ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഞാനും അമ്മയും കൂടെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിളക്ക് കത്തിക്കണം, അങ്ങനെ അരി എടുത്ത് വെക്കണം, അങ്ങനെ തളികയിലൊക്കെ അരിയൊക്കെ എടുത്ത് വെക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. ധൻഷു ബേബി ആദ്യമായിട്ടാണ് ആ പൂ കാണുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ ഇതും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മ കുളിച്ചില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് പൂവിടാൻ വേണ്ടി കൂടുന്നില്ല കേട്ടോ. അപ്പോൾ ധൻഷു ബേബിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തേക്ക് വിളക്കെടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മൾ അരിയും തളികയും എടുത്തിട്ടുണ്ട്, കിണ്ടിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതുപോലെ ചിരട്ടയിൽ കനലാണ് കേട്ടോ, കനലെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഭസ്മം എടുത്തിട്ടുണ്ട്, അത് നമ്മൾ നമ്മുടെ വള്ളി ഇലയുണ്ടല്ലോ അതാണ് എടുത്തേക്കുന്നത്, കുരുമുളകിൻ്റെ ഇല. പിന്നെ പാലയുടെ ഇലയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പൂവിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അമ്മ പറയാണ് ഇവിടെ നിന്നിട്ട് അങ്ങോട്ടേക്ക് ഇടുന്നൊക്കെ. ഈ പൂവിടുന്ന സമയത്ത് നമ്മൾ ഒച്ചത്തിൽ കൂവും കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒച്ചത്തിൽ നമ്മൾ എല്ലാവരും കൂടെ കൂവും. ഇപ്പോൾ കൂവാനൊക്കെ മടിയാണല്ലോ. ധൻഷു ബേബിനോടാണെങ്കിൽ കൂവ് എന്ന് പറഞ്ഞിട്ട് അവൻ കൂക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പൂവ് ഇതുപോലെ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മൾ ഒരു 3 വട്ടം ഇങ്ങനെ ചുറ്റിച്ചതിന് ശേഷമാണ് അവിടെ ഇടുക. ഇതൊക്കെ അറിയുന്നവർ തന്നെ ആയിരിക്കും ഒട്ടുമൊക്കെ വരും, എങ്കിലും അറിയാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. കാരണം നമ്മളിത് സ്റ്റാറ്റസൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് എന്താ ആചാരമാണ് എന്നൊക്കെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഐതിഹ്യം അങ്ങനെയൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ നെറ്റിലൊക്കെ നോക്കി കണ്ടുപിടിച്ചിട്ട് ഞാൻ അടുത്ത ഇതിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ധൻഷു ബേബി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതിലെ വെള്ളമൊക്കെ എടുത്ത് അതിലേക്ക് കമിഴ്ത്താനൊക്കെ നോക്കുന്നുണ്ട് ആൾ. പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ചടങ്ങാണ്. ഇതുപോലെ കിണ്ടിയിൽ നിന്ന് കുറച്ച് വെള്ളം ഒരു പൂവെടുത്ത് നമ്മളിങ്ങനെ തെറിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്തത് കനലാണ് കേട്ടോ. ആ ചിരട്ടയിലെ കനൽ ഇതുപോലെ 3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിക്കണം. അതുപോലെ തന്നെ നമ്മൾ കുറിയും ഭസ്മം എടുത്തിട്ടുണ്ട്, ഭസ്മവും നമ്മൾ ഇതുപോലെ പൂവിനെ കൊണ്ടിങ്ങനെ ഒന്ന് തെറിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ആ ഒരു പൂവിട്ടതിൻ്റെ മേലത്തേക്ക്. അരിയിട്ടിട്ട് പോലെ അടക്കി അമ്മ ഇരുന്നില്ല.
ബാക്കി വെള്ളം കൊണ്ടുപോയിട്ട് ആ പ്ലാവിന് വെക്കണം. അങ്ങനെ നമ്മളെ പൂരത്തിൻ്റെ ഇന്നത്തെ ഫസ്റ്റ് ദിവസത്തെ ചടങ്ങ് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. 3 ദിവസം നമ്മൾ ഇവിടെയാണ് പൂവിടുക കേട്ടോ. 7 ദിവസമാണ് ടോട്ടലുള്ളത്. പിന്നെ നമ്മൾ കാമദേവനെ ഉണ്ടാക്കണം. മണ്ണൊക്കെ കുഴച്ചിട്ട് കാമദേവനെ, ചിലവർ ചാണകത്തോണ്ടാണ് ഉണ്ടാക്കുക, ചാണകം ഉണ്ടല്ലോ, നമ്മളിവിടെ മണ്ണുകൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ ഇതാ ധനുഷുവേവ ഇവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി ഈ വെള്ളം, നമ്മൾ ഈ പൂവിട്ട വെള്ളം ഉണ്ടല്ലോ, ലാസ്റ്റ് നമ്മൾ കാമനെയൊക്കെ അയക്കുന്ന ഒരു സ്ഥലമുണ്ടാവും, അവിടത്തേക്ക് കൊണ്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇതാ കനലിൽ വെള്ളം ഒഴിച്ച് അതങ്ങ് കെടുത്തി അത് ഇതുപോലെ ഭസ്മത്തിൻ്റെ മേലെ ഇങ്ങനെ കമിഴ്ത്തി ഇടും കേട്ടോ. ഇറങ്ങി വെള്ളം കൊണ്ട് വീണല്ലേ. അങ്ങ് അമ്മമ്മ നാടോ അടിച്ച് വൃത്തിയാക്കിട്ട് വാ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യാനൊന്നുമില്ല. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞു കൊടുത്തതായതുപോലെ ഒന്ന് വെള്ളം ചുറ്റിച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ലാസ്റ്റ് ആ 2 വെള്ളം നമ്മളിതാ ഇവിടെ ഇതിൻ്റെ ചുവട്ടിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പൊതുവേ പ്ലാവിൻ്റെ ചുവട്ടിലാണ് നമ്മൾ കാമദേവനെ അയക്കുക എന്നാണ് പറയാറുള്ളത് കേട്ടോ. ഇതൊരു ചെറിയൊരു പ്ലാവാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ദിവസത്തെ പൂരം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം പൂക്കൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മയാണ് കേട്ടോ ഈ പൂക്കളൊക്കെ കൊണ്ടു തന്നിട്ടുള്ളത്. പൂരത്തിന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന പൂവാണ് ജടപ്പൂ. ജടപ്പൂ എന്ന് പറയുമ്പോൾ പച്ച കളറിൽ, അത് നമുക്ക് കുറച്ചേ കിട്ടിയില്ല ഇപ്രാവശ്യം, കുറച്ചധികം നമ്മൾ പറിക്കണം കേട്ടോ. അപ്പോൾ ആ പൂരത്തിൻ്റെ കുറേയൊക്കെ തൊട്ട് നമ്മളിങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ ബൈ.